എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം തോന്നാറുണ്ട്. പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. സോഷ്യൽ മീഡിയ ഇതിനും കൂടി ഈസിയാണ്, ഇതിനും കൂടി അഡിക്റ്റീവാണ്, കളർഫുള്ളാണ്. നമ്മുടെ ബുക്കിൻ്റെ പേരാണ് ദ ഷാലോ. ശ്യാം, യെസ്, നമ്മുടെ 2 episode 1 book എന്ന സീരീസിലെ അടുത്തൊരു ബുക്കാണ്. ഈ ബുക്കും 2 എപ്പിസോഡാണ്. കാരണം ഇത് വലിയ ബുക്കാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഇപ്പോഴത്തെ വെരി ഡീപ്പായിട്ടുള്ളൊരു ബുക്കാണ്. അതെ. നമ്മൾ ഈ ബുക്കിനെ ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു എക്സാമ്പിളായിരുന്നു, ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു, എവിടെയോ ഞാൻ കണ്ടൊരു പോസ്റ്റാണ്. ഒരു സ്ട്രീറ്റ്, ഐ തിങ്ക് ന്യൂയോർക്കോ അങ്ങനെ എന്തോ സ്ഥലത്താണ്. ആ സ്ട്രീറ്റ് ഒരു ന്യൂസ് ഏജൻസിയുടെ മുമ്പിൽ കുറേ തൂണുകളിൽ ആളുകൾ നിരന്ന് നിന്ന് പത്രം വായിക്കണം, അൺബോധേഡ് അബൌട്ട് തിങ്സ് അറൗണ്ട് ദം എന്ന രീതിയിൽ അവർ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാരുണ്ട്, 30 പേരുടെ അടുത്ത്. അതേ സെയിം പ്ലേസിൽ വേറൊരു ഫോട്ടോ. ഇപ്പം അതൊരു പബ്ബാന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ സൂം ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത്. അതിന് മുമ്പിൽ കുറേ യങ്സ്റ്റേഴ്സ് നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തലക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, എന്താണ് വ്യത്യാസം, എന്ത് വ്യത്യാസമാണുള്ളത് എന്നുള്ളത്. ഒരു കളിയായിക്കോട്ടെ, സർക്കാസ്റ്റിക്, എന്ത് വ്യത്യാസമാണുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം ഇറ്റ്സ് വെരി മിസ്ലീഡിങ്. രണ്ട് രീതിയിൽ സമയം എന്നൊരു കാര്യം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പത്രം, നമ്മൾ രാവിലെ പത്രം വായിച്ചാൽ തീർന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം തീരെ കുറവാണല്ലോ. ആ ഒരു സോഷ്യൽ മീഡിയ, മറ്റേ ഫോണ്, അതിനെക്കുറിച്ച് ബേസ് ചെയ്തൊരു എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തേത്. തീർച്ചയായിട്ടും. നമ്മുടെ ബുക്കിൻ്റെ പേരാണ് ദ ഷാലോ. മിസ്റ്റർ കാർ എഴുതിയതാണ് ഈ ബുക്ക്. നിക്കോളാസ് കാറിൻ്റെ ബുക്കാണിത്. ഭയങ്കര ഫേമസ് എന്ന് പറഞ്ഞാൽ വലിയ ബെസ്റ്റ് സെല്ലറൊന്നും അല്ല, പക്ഷേ കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബുക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ആളുകൾ നിൽക്കുന്ന ആ 2 സമയത്തുള്ള ബുക്ക്, ടെക്നോളജി, അത് തമ്മിലുള്ള വ്യത്യാസം. ഷ്യാമിൻ്റെ ഒരു ലൈഫ്, ഇപ്പോൾ ഒത്തിരി ബുക്ക് വായിക്കുന്ന ഒരാളുമാണ്, ഒത്തിരി ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരാളുമാണ്. 2 രീതിയിലും ശ്യാം അതിൽ ഇതാണ്. അപ്പം എന്ത് വ്യത്യാസം ഷ്യാമിന് തോന്നിയിട്ടുള്ളത് അത് ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. മനുഷ്യൻ ഒരു കാലത്ത് ഒത്തിരി വായിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. മനുഷ്യൻ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് തരുന്നത് ബുക്കിലായിരുന്നു, പിന്നെ അത് ടെക്നോളജിയിലേക്ക് മാറി. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എത്തി നിൽക്കണ ആ ഒരു വെരി ഫാസ്റ്റ് പേസ്ഡ് മൂവിങ് ടെക്നോളജി, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ ടൈം സ്ക്രോളിങ്, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കണം. ഇതിൻ്റെ സ്റ്റോറി തുടങ്ങണത് തന്നെ എങ്ങനെയാണ്? ഇപ്പോൾ നിക്കോളാസ് കാർ എന്ന് പറഞ്ഞ ഓതർ വെരി ഡീപ്പ് റീഡർ ആയിരുന്നു. ഒത്തിരി പുസ്തകങ്ങൾ, വെരി ഡീപ്പ് റീഡിംഗ് എന്ന് തന്നെ പറയാറ്. വെറുതെ നമ്മൾ വായിച്ച് കളയല്ല, നമ്മൾ ഡീപ്പായിട്ട് അതിനെ പറ്റി മനസ്സിലാക്കി വായിച്ചുകൊണ്ടിരുന്ന ഒരു റീഡറായിരുന്നു. ഇപ്പോൾ ഒരു 2009 ആ സമയത്തൊക്കെയാണ് ഈ ബുക്ക് എഴുതിയത് തോന്നും. അദ്ദേഹം പറഞ്ഞ ഒരു 90s, ലേറ്റ് 90s തൊട്ട് 2009-7 വരെയുള്ള സമയത്ത് ടെക്നോളജിയിലേക്ക് ഒത്തിരി യൂസ് ചെയ്തതിന് ശേഷം, ടെക്നോളജിയിലെ ഡിപ്പെൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു ബോധോദയത്തിലാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടണോ എന്നൊരു തോട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ പുസ്തകത്തിൽ എഴുതിയത്. അതായത് പണ്ട് നമ്മൾ വായിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം, പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ടെലിഫോണിൽ അല്ലെങ്കിൽ ഫോണിലും മൾട്ടിമീഡിയ ഫോണുകളിലും യൂസ് ചെയ്യണതിനെ കമ്പയർ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം. ഓക്കെ ശ്യാം, പേഴ്സണലി എന്താണ് ഒരു ബുക്ക് വായിക്കുകയും ഇപ്പോൾ നമുക്ക് 2 ഇൻഫർമേഷൻ ഒരുമിച്ച് കിട്ടാം? അതെ. ഇപ്പോൾ നമുക്കൊരു ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വെരി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഫോണിൽ നിന്ന് കിട്ടാം. ഹെഡ്വേ പോലത്തെയുള്ള സാധനങ്ങൾ ഹെഡ്വേ കിട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഇത് കിട്ടാം. വാട്ട് ഈസ് ദി ഡിഫറൻസ് യു ഫൈൻഡ്? ഈ ഓതറിൻ്റെ തന്നെ പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിലാണെങ്കിലും ഐ റീഡ് അലോട്ട്. എന്നാൽ എനിക്ക് ഈ റീഡിങ് കംപ്ലീറ്റ്ലി നിന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഐ വാസ് കംപ്ലീറ്റ്ലി റിലൈയിങ് ഓൺ സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ല, നമ്മളാ ഒരു ഇലക്ട്രോണിക് മീഡിയയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയിട്ട് നമ്മൾ അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും, ഇപ്പുറത്തെ സമയം കുറവ് സ്പെൻഡ് ചെയ്യും ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇതിനും കൂടി ഈസിയാണ്, ഇതിനും കൂടി അഡിക്റ്റീവാണ്, കളർഫുള്ളാണ്. നമുക്ക് കംഫർട്ടബിൾ ആവാൻ ഏറ്റവും നല്ല എൻവയോൺമെന്റ് ഫോണാണ്. പിന്നെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാം. പക്ഷേ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. അതൊരു പാസീവ് ആക്ടിവിറ്റി അല്ല. നമ്മൾ പുസ്തകം എടുക്കണം, പുസ്തകം വായിക്കണം, അതിൽ ആ വാക്കുകളെ നമുക്ക് ഐഡിയാസ് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ വെച്ച് പ്രോസസ്സ് ചെയ്യണം. പിന്നെ അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ ആക്കണം, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് അതിനെ കണക്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ അതൊരു വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് പ്രോസസ്സാണ് പുസ്തകം വായിക്കുക എന്ന് പറയുന്നത്.
ടെക്നോളജി ഈസി അല്ലേ, നമ്മൾ വെറുതെ കണ്ട് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസനാണ് ഇപ്പോൾ ഈ നിക്കോളസ് കറി ഈ ബുക്കിൽ പ്രത്യേകിച്ച് പറയണത്. മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്. അതായത് നമ്മുടെ ടെക്നോളജി മാറുന്നുണ്ട്, പണ്ടത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അതിലുള്ള കണ്ടൻറ്റാണ് ഇപ്പോൾ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആശയങ്ങളാണ് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ ചലഞ്ച് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞതാണ്. അതിലുള്ള ആശയങ്ങളല്ല, പക്ഷേ ആ മീഡിയം ആണ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട്. നമുക്കിങ്ങനെ പറയാം, പണ്ടത്തെ പുസ്തകങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെക്കാളും ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടാണ്, അതിനുള്ളിൽ വരുന്ന ആശയങ്ങളല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. ഈ ടെക്നോളജി നമ്മളുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിനെ വെരി ഡീപ്പായിട്ടുള്ള റിസർച്ചാണ്. ബ്രെയിനിൻ്റെ അനാറ്റമീനെയും ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതിനാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു യാത്ര. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പെർസെപ്ഷൻ, നമ്മൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന്, അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയില്ല. ഇപ്പോൾ ലിജിൻ ഇതിൽ കൂടെ ഡീപ്പായിട്ട് ഫിസിയോളജിയും അനാറ്റമിയും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലിജിൻ ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റീനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം സിമ്പിളായിട്ട്, ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാവുന്ന രീതിയിൽ. പ്രത്യേകിച്ചും ആസ് എൻ ഓർഗൻ, നമ്മുടെ ശരീരത്തിലൊരു നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗൻ ആണല്ലോ, അവയവാണല്ലോ ബ്രെയിൻ. യെസ്. എനിക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ എനിക്ക് ഇഷ്ടമാവാനുള്ള കാരണം തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പോഡ്കാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂബർമാൻ ലാബ്. ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഹ്യൂബർമാൻ എന്ന് പറഞ്ഞ ഒരാളുടെ, എൻ്റെ ഒരു ഹ്യൂബർമാൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ പുള്ളിയുടെ ഇതിൽ നിന്നാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. ബേസിക്കലി ഇത് എബിലിറ്റി ഓഫ് ദ ബ്രെയിൻ ടു ചേഞ്ച് എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ പെർസെപ്ഷൻ ഷാൻ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഓരോ ഇതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് ബേസിക്കലി. അപ്പം ഞാനിതിനെ എംബ്രേസ് ചെയ്യാനുള്ള ഒരു കാരണം, നമ്മൾ വെരി ഡിഫിക്കൽട്ടായിട്ടൊരു ഒരു മൈൻഡ് സെറ്റിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പം എൻ്റെ വിചാരം എൻ്റെ മൈൻഡ് സെറ്റ് ഒരിക്കലും മാറത്തില്ല എന്നുള്ളതായിരുന്നു. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ആ ഗോയിങ് ബാക്ക് ഇൻ ടു ദ ഡിച്ച് എന്ന് പറഞ്ഞൊരു ഒരു രീതിയായിരുന്നു. ബ്രെയിൻ ലൂപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ ചേർന്ന് കേൾക്കുന്നത്, എങ്ങനെ നമുക്ക് അതിനെ എയ്ഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് വൺസ് വെൻ യു ബ്രെയിൻ ചേഞ്ച് എങ്ങനെ അത് കൺസിസ്റ്റൻ്റ് ആക്കാം എന്നൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ബേസിക്കലി നമ്മുടെ ചിന്തകളും പെർസെപ്ഷൻസും നമ്മുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു ഫിസിയോളജിക്കൽ ബേസ്ഡ് ആണ് ബ്രെയിനിൽ. ബ്രെയിനിൻ്റെ ഫിസിയോളജീനെ നമുക്ക് ആ ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറ്റാൻ പറ്റും. അതിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അതിനെ പോസിറ്റീവായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസ് ഗ്രോ ചെയ്യും, വളരും, ഒപ്പം തന്നെ അതിൻ്റെ ഫംഗ്ഷനും കൂടും. ഇപ്പോൾ നമ്മളൊരു സ്കില്ല് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു ഫിസിയോളജിയും ഒരു സോർട്ട് ഓഫ് അനാറ്റമിക്കലിയും അതിന് ചേഞ്ച് വരുന്നുണ്ട്. അതാണ് ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. നമ്മൾ 3 രീതിയിലാണ് ഇപ്പോൾ നിക്കോളസ് കാർ തന്നെ ഇതിനെ പറയുന്നത്. അതായത് ഹീലിംഗ് പർപ്പസിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാളെ നമ്മൾ പുതിയ സ്കില്ലുകളെല്ലാം പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിപ്പിച്ച് അവരുടെ പഴയ ഫംഗ്ഷനിലേക്ക് മാറ്റണം അല്ലേ. പിന്നെ ഒപ്പം തന്നെ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. അതെങ്കിൽ നമ്മളൊരു കാര്യം ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതിനും കൂടി ആക്റ്റീവ് ആവുന്നു, ബ്രെയിൻ ഫങ്ഷൻ മാറുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഭാവന ഉണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ഫങ്ഷനിങ് മാറുന്നുണ്ട്, ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചറും മാറുന്നുണ്ട്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമ്മളൊരു ഹീലിംഗ്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സംതിങ് ആ പർപ്പസിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഭാവന ഉണ്ടാകുമ്പോൾ, അതാണ് കോറ്. ഇപ്പോൾ നമ്മൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിക്കോളസ് കാർ പറഞ്ഞത് നമ്മൾ ഈ 3 ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യണ ഒരു കാര്യത്തിനെ, നമ്മളൊരു കാര്യം ലേൺ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളതിനെ ഒരു സോർട്ട് ഓഫ് ഹീലിംഗ് പർപ്പസ് പോലെ നമ്മുടെ ആ ഒരു മൈൻഡിനെ കുറച്ചും കൂടെ, അല്ലെങ്കിൽ ബ്രെയിനിനെ ഫങ്ഷനിങ്ങിനെ ഓൾട്ടർ ചെയ്യണ രീതിയാണ് ഈ വായന. നേരെ തിരിച്ച് നമ്മൾ ഈ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്ക്രോളിങ്ങിലേക്ക് കടക്കുമ്പോൾ ഇത് 3 നടക്കണില്ല എന്നുള്ളതാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യങ്ങൾ. നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഹീലിങ്ങും കാര്യങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും ഇതാണ്. നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ബ്രെയിൻ പോകാൻ. നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ ഗ്രോ ചെയ്യും. എന്നാൽ നമ്മളൊരു സ്കില്ല് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ റിസർച്ച് അനുസരിച്ചിട്ട് ആ ഭാഗം അത് യൂസ്ലെസ് ആയിക്കൊണ്ടിരിക്കുക, ആ ഭാഗം അവിടെ എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഓർക്കും എന്താ പ്രശ്നം, എന്താ കുഴപ്പം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക്. പക്ഷേ നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, സമയം
പോകുന്നത് അറിയുന്നില്ല, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും ഫോക്കസിനെ കുറിച്ച് എപ്പോഴും കേൾക്കാണ്ട്. ഇപ്പം നമ്മൾ ആ ടെക്നോളജിയുടെ പാസ്റ്റ്, നമ്മൾ ടെക്നോളജി നമുക്ക് തരുന്ന ഒരു ഇൽ ഇഫക്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ചും നിക്കോളാസ് കാർ പറയുന്നുണ്ട്. അതൊന്ന് ഇത് ചെയ്യാവും. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പണ്ട് തൊട്ട ടെക്നോളജി. പണ്ട് കല്ലുകളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് അച്ചടി കണ്ടുപിടിച്ചു, പുസ്തകങ്ങളിലേക്കായി, അങ്ങനെ ഒരു ടെക്നോളജി വളർന്നുണ്ട്. പിന്നെ പല രീതിയിലും ടെക്നോളജി, ഇപ്പോൾ ക്ലോക്ക് ഒരു ടെക്നോളജി, അല്ലെങ്കിൽ സമയം നമ്മളെ കാണിക്കുന്ന ഒരു സാധനമാണ് ക്ലോക്ക്. അതുപോലെ മാപ്പ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ല പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റും അതും ഒരു ടെക്നോളജിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇത്തരം ടെക്നോളജികളെല്ലാം വന്നിരുന്നെങ്കിലും കൂടി ഇപ്പോൾ സമയത്തിന് ഒരു അളവ് പോലും ഇല്ലായിരുന്നു പണ്ടത്തെ കാലത്ത് മനുഷ്യന്മാർക്ക്. അതിനെ ഒരു കൃത്യത വരുത്തിയത് ചിലപ്പോൾ ക്ലോക്കിൻ്റെ കണ്ടുപിടുത്തമായിരിക്കാം. അതുപോലെ മനുഷ്യൻ്റെ ആ ഒരു സ്പേഷ്യലി നമുക്കൊരു ഡയറക്ഷൻ ഒന്നും ഇല്ലാണ്ടിരുന്നതിന് നമുക്കൊരു മാപ്പ് തന്ന് ഓക്കെ നമുക്ക് ലൈഫിൽ ഡയറക്ഷൻ തന്നത് ടെക്നോളജിയാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ് ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. അത് ഫോർ മെനി റീസൺസ്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്കൊരു ഡയറക്ഷൻ തരുമ്പോൾ ഈ ടെക്നോളജി, അതായത് ഇപ്പോൾ ഈ ടെലിഫോൺ പോലെയുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പോലെയുള്ള, ഇൻ്റർനെറ്റിനെയാണ് അദ്ദേഹം ബ്രോഡ്ലി പറയണത്, ഇപ്പോൾ ഈ ഗൂഗിളിന് പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങൾ നമ്മുടെ ഒരു സം ആസ്പെക്റ്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ബ്രെയിനിനെ നശിപ്പിക്കുകയാണ് എന്നാണ് പറയണത്. എങ്ങനെയായിരിക്കാം ഇത് നശിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്കൊരു വില്ലൻ്റെ കഥ പറയുകയാണെങ്കിലും നമ്മൾ ആദ്യം വില്ലൻ്റെ പാസ്റ്റിട്ടാണ് തുടങ്ങണ്ടേ. അപ്പം എങ്ങനെയാണ് ഈ ടെക്നോളജിയുടെ, ഇപ്പം നമ്മൾ ഈ ടെക്നോളജിയുടെ കുറിച്ച് എവല്യൂഷൻ ഓഫ് മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി, മൾട്ടിമീഡിയ എന്ന് നമുക്ക് പറയാം, അതാണ് എളുപ്പമുള്ള വേർഡ് എനിക്ക് തോന്നുന്നു. അത് എങ്ങനെയാണ് ഇവോൾവ് ആയത്? ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ ആ ഒരു വാക്വത്തിൽ കൂടെ ശബ്ദം കടത്തിവിടാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയോളജി എന്നാണ്. അതായത് ഇത്തരം മോഡേൺ ടെക്നോളജി, അതുവരെ പ്രിന്റ് മീഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വരുന്നത്, അതായത് നമുക്ക് റേഡിയോ കണ്ടുപിടിച്ചു, അപ്പോൾ അതൊക്കെ ടി വിയിലേക്ക് കടന്നു. പിന്നെ യൂട്യൂബ്, ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ഇതിൻ്റെ ഒരു വേറെ ആസ്പെക്റ്റും കൂടിയുണ്ട്. ഇപ്പോൾ ഈ ടെക്നോളജിയും കണക്ഷൻ, ഇത് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ബന്ധത്തിനെയും ഈ ടെക്നോളജി അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് കാർ പറയണത്. ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ ലിജിൻ ആലോചിക്കുക, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു നാടകം വരുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവന്റ് വരുമായിരിക്കും. നമ്മൾ 2-3 മണിക്കൂറുകൾ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നു. ഒരു ഗ്രാമം മൊത്തം അവിടെയുണ്ട്, ഒരു ഗ്രൂപ്പാണ് അവിടെ, ഒരു കണക്ഷൻ അവിടെയുണ്ട്. അതിൽ നിന്ന് മാറി ടി വിയിലേക്ക് ചുരുങ്ങുമ്പോൾ ഒരു 3 മണിക്കൂർ ഉണ്ടായിരുന്ന സാധനം ടി വിയിൽ അരമണിക്കൂറിൻ്റെ പ്രോഗ്രാമുകളുടെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ടി വിയിലേക്ക് വന്നു തുടങ്ങി. അവിടെ നമ്മൾ ആ കമ്മ്യൂണിറ്റി എന്നുള്ളത് ചുരുങ്ങിയിട്ട് നമ്മൾ ഫാമിലിയിലേക്ക് ഒതുങ്ങി. പിന്നെ കഴിഞ്ഞ അടുത്ത നെക്സ്റ്റ് യുഗത്തിൽ വരുന്നതാണ് യൂട്യൂബ്. അവിടെ നിന്നും മാറി ഒരു 8 മിനിറ്റ് 10 മിനിറ്റിലേക്ക് നമ്മുടെ അറ്റൻഷനും ചുരുങ്ങി, ഒറ്റയ്ക്ക് തുടങ്ങി. അവിടെ നിന്നും പോയി ഇപ്പോൾ ഫേസ്ബുക്ക് വീണ്ടും മനുഷ്യൻ്റെ അറ്റൻഷൻ കുറച്ചു, ഒരു 8 മിനിറ്റിലേക്ക് നിന്ന് അത് 10-15 മിനിറ്റ് എന്നുള്ളത് 6-7 മിനിറ്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം 30 സെക്കൻഡിലേക്ക് താഴെയായി. ഇപ്പോൾ മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ, ഇപ്പോൾ ഇൻസ്റ്റയിൽ നമ്മളൊരു വീഡിയോ ഒരാൾ കാണണമെങ്കിൽ ആദ്യത്തെ 3 മിനിറ്റിൽ ഐഡിയ അവൻ്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയ മെറ്റ AI റൈബാൻ ടെക്നോളജി വന്നു. അതായത് നമ്മൾ ആ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ മാർക്ക് സക്കർബർഗ് ലോഞ്ച് ചെയ്ത ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വെരി ബ്രോഡായിട്ടുള്ള സ്ക്രീനിൽ നമുക്കെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഈ 2 ഫിംഗർ ടിപ്പ് മൂവ്മെൻറ്റ് കൊണ്ട് ഈ ടെക്നോളജി നമ്മളെല്ലാം കൺട്രോൾ ചെയ്യും. ഇപ്പോൾ നമ്മളിനി ഫോണിലേക്കൊന്നും കുത്തണ്ട, നമ്മുടെ ഈ 2 വിരൽ കൊണ്ടാണ് ആ ടെക്നോളജി മൊത്തം റൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചുരുങ്ങി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളിൽ തന്നെ മനുഷ്യൻ അവനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ലാതെ തന്നെ ജീവിക്കാം എന്നുള്ള അവസ്ഥയിൽ. ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ല, നമ്മൾ ഇല്ലാണ്ട് ജീവിക്കാല്ല, നമ്മൾ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ടെക്നോളജിയിലേക്ക് ചുരുങ്ങി വരും തോറും മനുഷ്യനെ അവന്റെ മൈൻഡിനെയും അവന്റെ ബ്രെയിനിനെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിലങ്ങനെ പറയണത്. അപ്പോൾ ആ ഒരു ഫോട്ടോ മാറി, സൗണ്ട് മാറി, ഇപ്പോൾ മൾട്ടിമീഡിയ വീഡിയോ മാറി, ഇപ്പോൾ ഒരു മൾട്ടിമീഡിയ യുഗത്തിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഒരു ഈ യൂട്യൂബ് വരെയുള്ള സാധനം ഇവർ പറഞ്ഞു കാർ പറയണം നമുക്കൊരു 1 വേ ഇൻഫർമേഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇൻ്ററാക്റ്റീവാണ്, നമ്മൾ കാണുന്നത് മാത്രമല്ല നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും കൂടിയാണ്. ഇപ്പോൾ നാട്ടിലല്ലേ എല്ലായിടത്തും ഗ്രൂപ്പുകളാണല്ലോ. അതെ വാട്സപ്പ് ഗ്രൂപ്പാണ്, ഫാമിലിക്ക് വാട്സപ്പ് ഗ്രൂപ്പാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. എല്ലാവരുടെയും ആവശ്യങ്ങൾ ആ കാഴ്ച ഇല്ലാതെ തന്നെ നേടുവാണ്. ഡീലിംഗ് വിത്ത് പീപ്പിൾ ഈസ് ഓൾവേസ് ഡിഫിക്കൽട്ട്. അത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ മനസ്സ് എപ്പോഴും അങ്ങനെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചുരുങ്ങുമ്പോഴത്തേക്കും ആളുകൾ അതിൽ അതിന് ഓക്കെയാണ്, കാരണം മനസ്സിന് അത്രയും ബുദ്ധിമുട്ടിയാൽ മതി. അതൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ റിലേഷൻഷിപ്പിലും മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പം ആളുടെ മോൻ മോൻ ഇച്ചിരി വലുതാണ്, പഠിക്കണത് മുകളിലിരുന്ന് റൂമിലിരുന്ന അമ്മയും മോനും കൂടെ സംസാരിക്കുന്നത് ടെക്സ്റ്റാണ്.
അവൻ പഠിക്കുന്നതുകൊണ്ട് അവൻ വല്ലപ്പോഴും ഇറങ്ങി വരത്തുള്ളൂ, ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. കൊച്ചു ഫുൾ ടൈം പഠിത്തവും ഇതുമൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ അവൻ പറയാം, അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ ഹാപ്പി വിത്ത് ഇറ്റ്. അതെ അതെ, അതൊരു എന്ത് സങ്കടമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ബൈ ഡിറക്ഷണൽ ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ഡിസൈഡ്, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള സമയം കൊണ്ട് നമ്മൾ തീരുമാനിക്കണം ഇവിടെ നിൽക്കണോ, നമ്മൾ സ്വൈപ്പ് ചെയ്യണോ എന്നുള്ളത് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ. പിന്നെ നമ്മളൊരു മൾട്ടി ടാസ്കിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ കേൾക്കണു, കാണണു, അതുപോലെ തന്നെ സൗണ്ട് വരുന്നു. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ എല്ലാം കൂടിയിട്ടല്ല, ഒരു ടെക്സ്റ്റ് വരുന്നു, വീഡിയോ വരുന്നു, ഓഡിയോ വരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഈ ആനിമേഷൻ്റെ മൂവ്മെൻ്റ് എല്ലാം വരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡാണ്. പണ്ട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുക എന്ന് പറയണ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ രീതിയിലാണ്. ഇപ്പോൾ ഈ എല്ലാ ഇൻഫർമേഷനും കൂടിയിട്ട് ഓവർലോഡാണ്. നമ്മുടെ ബ്രെയിൻ ഓവർലോഡ് ആയിക്കൊണ്ടിരിക്കുക ഓരോ സെക്കൻഡിൽ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓവർലോഡ് പ്രോസസ്സിൽ കൂടെ നമ്മൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ബ്രെയിനിനെ. അപ്പോൾ ബ്രെയിൻ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ അറ്റൻഷൻ ഇതിലേക്ക് പോവുകയും ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ ഫ്രാഗ്മെൻറ്റ് ചെയ്യാണ്, അതായത് പീസാക്കി വിടുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു റീല് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താ, ഇതൊക്കെ തന്നെയല്ലേ. നമ്മൾ നേരെ ഒരാൾ വരുന്നു, സംസാരിക്കുന്നു, അതിൽ ലെറ്റർ ഒരു സൈഡിൽ കൂടെ പോകും. നമ്മളെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്ത് നമുക്ക് നമ്മളാ ഒരു ബ്രെയിൻ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന പറയണത്. ഇപ്പോൾ ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രെയിനിൻ്റെ ഒരു പ്രീ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യണതും അതുപോലെ പ്രോബ്ലം സോൾവ് ചെയ്യണതും അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യണതായിട്ടുള്ള ഭാഗങ്ങൾ അത് ഫങ്ഷനിങ് അല്ല എന്ന് പറയണത്. കള്ളു കുടിക്കുമ്പോഴും സെയിം കാര്യം ഉണ്ടാകുന്നത്. നമ്മൾ ബേസിക്കലി നമുക്ക് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ശ്യാം പറഞ്ഞത് ഞാൻ സമറൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഒരു സ്ക്രോൾ ചെയ്യാൻ നമ്മൾ തീരുമാനം എടുക്കാൻ നമുക്ക് ഈസിയാണ്. അതെ, പക്ഷെ പിന്നെ അല്ലാതെ ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ. അതെ, അപ്പോൾ അത് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം അത് നമ്മുടെ ഒരു വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വർക്കിംഗ് മെമ്മറി ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു CPU മെമ്മറി ഒക്കെ പോലെ, സ്റ്റോർ ചെയ്യണ മെമ്മറി അല്ല, CPU മെമ്മറി പോലെ പെട്ടെന്ന് വർക്കിംഗ് മെമ്മറി. ഇപ്പോൾ ബുക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, യൂസ് ചെയ്യണം, നമ്മൾ മെമ്മറി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കൊരു കാം ഫോക്കസ് ആവും. ഇത് ഒരു ഡിസ്ട്രാക്റ്റഡ് ഫോക്കസിലാണല്ലോ നമ്മൾ ഈ മീഡിയാസ്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മീഡിയ, ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിന്, പ്രത്യേകിച്ച് ആ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവിനെ ശരിക്കും അഫക്റ്റ് ചെയ്യുമെന്നാണ് ഈ സ്റ്റഡീസ് പറയണത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചുറ്റും പ്രശ്നങ്ങളുള്ളപ്പം അതിന് ഡിസ്ട്രാക്ഷൻ കിട്ടാൻ, പ്രശ്നങ്ങളൊക്കെ പോകുന്നില്ല കേട്ടോ. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫോണിൽ തോട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഐ വാസ് യൂസിങ് ഇറ്റ് ആസ് എൻ എക്സ്ക്യൂസ്. അതെ, സെയിം തന്നെയാണ്. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഈ തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. ഫോണെന്നുള്ള തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. നമ്മൾ ആ പ്രോബ്ലത്തിന് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, നമ്മുടെ മനസ്സിൻ്റെ ഭാരം പോയി. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം പോത്തുമില്ല, ആളുകൾ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ആ ഫ്രണ്ടിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള ഫ്രണ്ടൽ കോർട്ടെക്സിനെ നമ്മൾ ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ തീരുമാനം എടുക്കാത്ത ഈ പ്രൊക്കാസിനേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ക്രോണിക്കലി അഫക്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ ആണ്. ഇപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ്, ഇപ്പോൾ നമ്മൾ ഒത്തിരി ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കാണണോ വേണ്ടയോ, മൂവ് ചെയ്യണോ വേണ്ടയോ, പക്ഷേ നമ്മൾ ഡീപ്പ് തിങ്ക് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നില്ല. കാരണം നമുക്കൊരു ലൈഫിലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത്തരം ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള ശേഷി നമുക്കില്ല. ഇപ്പോൾ കാരണം ഡിസ്ട്രാക്റ്റഡ് ആണ്. കാരണം അതിന് ഡീപ്പായിട്ട് ചിന്തിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ചിന്ത വേണം. അല്ലാതെ നമ്മളൊരു കാര്യത്തിനെ അനലൈസ് ചെയ്യാനുള്ള ചിന്ത വേണം, ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. ഫ്രാഗ്മെന്റഡ് ഫോക്കസ് ആയതുകൊണ്ട് നമുക്ക് ആ പ്രശ്നത്തിന് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എനിക്കൊന്ന് ചിലപ്പോൾ ഈ ആക്സിഡന്റ് കാണുമ്പോൾ ആളുകൾ ആദ്യം ഫോൺ എടുക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മുടെ ചിന്ത മൊത്തം പോകുന്നത് ആ മൾട്ടിമീഡിയ എന്നുള്ള ആ ഒരു ഇതിലേക്കാണ്. അപ്പോൾ ആളുകൾ ആ ഓടിപ്പോയി സഹായിക്കാൻ എല്ലാവരും എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ കാരണം ഒരു ക്രൗഡിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there is a number of people who takes the phone first അത് ഷൂട്ട് ചെയ്യാനായിട്ട്. അതെ, കാരണം അവരെ സംബന്ധിച്ച് നമ്മുടെ ബ്രെയിൻ റിയാക്ട് ചെയ്യണത് അങ്ങനെയാണ്. അപ്പം അത് ഒരാളുടെ മാത്രമല്ല, ചിലപ്പോൾ ഒരു ജനറേഷനെ തന്നെ അങ്ങനെ ആവാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു നമ്മളെ കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയില്ല, ഒത്തിരി ഇൻഫർമേഷൻ ഒരേ സമയം നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 സ്കില്ലുകളാണെന്നാണ്. അതായത് ഒന്ന്, നമ്മുടെ ലേണിംഗ് കപ്പാസിറ്റി ഇമ്പയർഡ് ആണ്. സത്യം. ഇപ്പോൾ നമുക്കൊരു കാര്യം ഫോക്കസ്ഡ് ആയിട്ട് ലേൺ ചെയ്ത് പഠിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഒരു ഇറലവൻ്റേതായിട്ടുള്ള
ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു 1 മണിക്കൂർ ഫോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ നമുക്കുണ്ട്. പക്ഷെ അതിൽ ആവശ്യമുള്ളത് ഏതാ, ആവശ്യമില്ലാത്തത് ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഇപ്പം നമുക്ക് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഇപ്പം ChatGPT പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഐഡിയാസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനും നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഇൻഫർമേഷനെ നമ്മൾ എടുക്കണുള്ളൂ. ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റിയിട്ടും നമുക്കൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. വെരി ഷാലോ എന്ന് പറയുന്ന ആ വാക്ക് അർത്ഥവത്താക്കണ രീതിയിൽ ഇപ്പോൾ ലിജിന് നമുക്കൊരു മൈക്രോ പോയിന്റിന് മൈക്രോ സൊല്യൂഷൻ നമുക്കുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ബ്രോഡർ പിക്ചറിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വലിയൊരു പിക്ചറിൽ നമുക്ക് അതിനൊരു ഉത്തരവും ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്യണതെന്നും നമുക്കറിയില്ല. എൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് ഈ ഡയറ്റ്. ആളുകൾ എല്ലാം റീലുണ്ട് ഡയറ്റ് കൊടുക്കണേ. ഡയറ്റിന് പേര് മാത്രം മതി. പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയില്ല ആളുകൾക്ക്. അതൊരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നു പക്ഷെ ആ ഡയറ്റിന്റെ പ്രത്യേകതയാണ് ഗുണം എന്നാന്ന് അറിയുവാണെങ്കിൽ അവർക്കത് ഇച്ചിരി സസ്റ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ കാരണം അതാ. കാരണം തേടോന്നോ ആരോ എന്തോ പറഞ്ഞു. കാരണം അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ മീനിങ് ആൾക്കാർ നോക്കണില്ല. കാരണം ആ ഒരു 30 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് അതൊരു ശരിയാണോ തെറ്റാണോ അങ്ങനെ പോലും നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അല്ലെങ്കിൽ നമുക്കത് ആ കിട്ടുന്ന ഇൻഫർമേഷൻ തന്നെ കീപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഒരു പരിധി വരെ. കാരണം അടുത്ത സെക്കൻഡിൽ അടുത്തൊരു ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്നും പോയി നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ അക്വയർ ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. കാരണം നമ്മുടെ റെലവൻസും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നലെ ലിജിൻ കണ്ട പ്രശ്നം ആവില്ല ചിലപ്പോൾ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് ഇന്നലെ ആ പ്രശ്നത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ലിജിൻ പറഞ്ഞ ഡയറ്റ് ഇന്നലെ ലിജിൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ചിലപ്പോൾ ലിജിൻ കാണുന്നത് ഡയറ്റ് അല്ലായിരിക്കാം, ഒരാളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയതായിരിക്കും കണ്ടാവുക. അപ്പോൾ ലിജിൻ നേരെ ആ ഫോക്കസ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. നമുക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടല്ലോ. ഓക്കെ, ശരിയാ. നമ്മൾ ചിന്തിക്കും തോറും ആ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പർ ആണ്. ഇനിയിപ്പോൾ ആ റൈബാൻ ഫേസ്ബുക്ക് ഗ്ലാസും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസ് വെയർ ചെയ്ത് നടക്കുമ്പോൾ നമ്മളൊരു അതിൽ നമുക്കെല്ലാം കാണാം. നമുക്ക് ഫോൺ ചെയ്യാം, കോൾ ചെയ്യാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതെല്ലാം ഈ വിരൽത്തുമ്പത്താണുള്ള മാറ്റങ്ങളെല്ലാം വരുന്നത്. ഇത്രയും നാൾ നമ്മൾ ഈ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊണ്ടിരുന്ന ഫോണിൽ നിന്ന് നമ്മുടെ ഒരു ഫിംഗർ ടിപ്പിലേക്ക് നമ്മുടെ അറ്റൻഷനെയും ഫോക്കസിനെയും കൊണ്ടുവന്നു. അല്ലെ, അത് നമ്മുടെ ബ്രെയിനിന് ഉണ്ടാക്കണ ഒരു ഡാമേജ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു ഡേ ബൈ ഡേ നമുക്ക് ജീവിക്കാൻ വേണ്ട സ്കില്ലുകൾ നമ്മുടെ ആ ഒരു ബ്രെയിൻ ഫങ്ഷനിങ്ങിനെ ഓൾട്ടർ ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. നല്ലൊരു എക്സാമ്പിളാണ് നമുക്ക് വലിയൊരു എന്താ പറയണ ഒരു ഭയങ്കര സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് അതിന്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രം ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ. അതായത് നമ്മൾ ഇപ്പോൾ നിക്കോളസ് കാർ പറഞ്ഞ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത പോലെയാണെന്ന്. നമ്മുടെ ഫങ്ഷൻസ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം പ്രോപ്പർ ബ്രെയിൻ അവിടെ തന്നെ ഉണ്ട്, അത് വർക്ക് ചെയ്യില്ല. നമ്മൾ ആ ഒരു ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യണത്. സത്യം. ശ്യാമ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് തന്നെ വെരി റെലവെന്റ് ആണ്. കാരണം നമ്മൾ എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് വി ആർ ഓൾ അഡിക്റ്റഡ്, വി കനോട്ട് ബി അഡിക്റ്റഡ്, അല്ലെങ്കിൽ വി ആർ നോട്ട് ഇൻ ഫോക്കസ്. നമുക്ക് വി ഹാവ് ടു ബി ഫോക്കസ്. പക്ഷേ വൈ എന്ന ക്വസ്റ്റിന് വളരെ ചുരുക്കമായിട്ടാണ് ആളുകൾ ആൻസർ പറയുന്നത്. നമ്മൾക്ക് ഇറ്റ്സ് ദെയർ, പക്ഷെ ആരും അങ്ങനെ ഡീപ്പായിട്ട് പോകാറില്ല. പക്ഷെ ഇതാണ് കാരണം. ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ കപ്പാസിറ്റി ഓഫ് ദ ബ്രെയിൻ ടു ഫങ്ഷൻ എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ആൻസർ. നമ്മളൊരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് ബ്രെയിനിൻ്റെ ഒത്തിരി നല്ല ഫങ്ഷനിങ് ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ആ റീഡിങ് എന്ന് പറയുന്നതും ആ ടെക്നോളജിയിലാണ്. നമ്മൾ ആ റീഡിങ്ങിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുറേ ഗുണങ്ങളുണ്ട്. അതെല്ലാം എടുത്തു മാറ്റിയിട്ട് നമ്മളൊരു ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള നമ്മൾ ഈ തേങ്ങ എറിഞ്ഞുടച്ച പോലെ ചിന്ന ഭിന്നാക്കിയിട്ടുള്ള ഫോക്കസിലാണല്ലോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും അതിനെയും കൂടി നേരം ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം ബെനിഫിറ്റ്സ് ഓഫ് ടെക്നോളജി, ഇപ്പം നമ്മളിതെല്ലാം ഇതിൻ്റെ പല പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. അപ്പം പക്ഷേ ടെക്നോളജിയിലാണ് നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. 100% ഇറ്റ്സ് ഗോയിങ് ദാറ്റ് വേ. അപ്പം എങ്ങനെ നമുക്ക് ഇതിനെ ബെനിഫിഷ്യലായിട്ട് ടെക്നോളജിനെ ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും?
ആസ് പെർ ഹിം. ഇത്തരം ടെക്നോളജീനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെ ആ ഗുണങ്ങൾ നമുക്ക് ദോഷമായിട്ട് ഭവിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ടെക്നോളജി കൊണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയില്ലേ, നമ്മളൊരു കണ്ട് ആ ഒരു കയ്യിലൊതുങ്ങി നമുക്ക് അത്രയും അടുത്ത് വരെ നമുക്ക് ആ ഒരു അത്രയും അടുത്താണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. ആ ഒരു നമ്മുടെ ആ ഒരു സ്പേഷ്യൽ ഇൻ്റലിജൻസ് മാറി. പിന്നെ നമ്മുടെ ആ ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ ഒത്തിരി ചേഞ്ച് ചെയ്തു. കാരണം നമ്മൾ ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫോണിലാണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ എന്തൊരു സ്പീഡിൽ ടെക്സ്റ്റ് ചെയ്യാനാണെങ്കിലും അപ്പോൾ അത് ഹാൻഡും കൈയും നമ്മുടെ തലയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, കണ്ണും തമ്മിലുള്ള കോർഡിനേഷൻ മാറി. അപ്പം തന്നെ നമ്മുടെ ആ റിഫ്ലക്സ് റെസ്പോൺസ് ഉണ്ട്. ഒരു കാര്യത്തിനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അപ്പം തന്നെ ചിലപ്പോൾ നമ്മളത് കണ്ടുവരും. ഒരാൾ ലൈവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കണ്ടുവരും. ഒരു റിഫ്ലക്സും നമ്മൾ റെസ്പോൺസും ഇമ്മീഡിയറ്റ് ആക്കി. അതുകൊണ്ടൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഒരു പ്രശ്നം ലിജിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിജിന് അപ്പം തന്നെ അതിന് റിയാക്ട് ചെയ്യാം. യു ഡോണ്ട് ഹാവ് ടൈം ടു അനലൈസ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണത് ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല. അപ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ആ റിഫ്ലക്സ് പെട്ടെന്ന് വന്നു, അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പ്രോസസ്സ് നമ്മൾ മിസ്സായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊരു ഇരുന്ന് ഒക്കെ ആലോചിച്ച് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണോ റോങ് ആയിട്ടുള്ള ഡിസിഷനാണോ എന്ന് അറിയുമ്പോഴേക്കും നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു ഒരു ഔട്ട്സോഴ്സിങ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു സോഴ്സ് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അത് തന്നെ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നു. ധൃതി പിടിച്ചുള്ള ഒരു ഇതാണ് ലൈഫാണ് നമ്മുടെ. അതെ അതെ അതെ. നമ്മൾ അത് നമ്മുടെ ഒരു ഓരോ ദിവസത്തെയും ജീവിതത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പം ഇത് ഈ ബുക്കിന്റെ, അപ്പം ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എങ്ങനെ പുറത്തു വരാം, ഓരോ ഫംഗ്ഷനെയും എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എങ്ങനെ അല്ലെങ്കിൽ ഫോൺ ഈ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ കണ്ടിന്യൂ ടു വാച്ച്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയേക്കാം. എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. ദയവ് ചെയ്ത് ഈ ബുക്കിനെ കുറിച്ച് ഉള്ള കമൻസും പറയുക. ബേസിക്കലി നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ് ദർ ഇസ് അതർ പീപ്പിൾ. പക്ഷേ വേറെ കാര്യമുണ്ടല്ലോ ലിജിൻ, അത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്തിട്ട് ഏകദേശം ഒരു 100-600ഓളം പേര് അവരുടെ ലൈഫ് ജേണി ചേഞ്ച് ചെയ്തു, അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഇപ്പോൾ ആ ഒരു ഡിസ്ട്രാക്റ്റഡ് അല്ലാത്ത കുറച്ചും കൂടി ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ജീവിതം. അപ്പോൾ നമ്മൾ ടെക്നോളജിക്ക് കംപ്ലീറ്റ്ലി എതിരൊന്നുമല്ല. അപ്പോൾ നമ്മളെല്ലാം ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ടെക്നോളജിയാണ് യൂസ് ചെയ്യണത്, ടെക്നോളജി നമ്മളെ അല്ല യൂസ് ചെയ്യണത്. അതാണ് അതിൻ്റെ ഒരു കോർ, അല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യണ മെസ്സേജും അതാണ്. യെസ്. അപ്പം ഓക്കെ, അപ്പം ലെറ്റ് us know. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒക്കെ നമ്മുടെ 100J ചലഞ്ച് ഒക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട്, തീരാറായിട്ടുണ്ട് ഇപ്പം. അപ്പം അതൊക്കെ ഒത്തിരി എഫക്റ്റീവ് ആയിരുന്നു. ഇതിൽ നിന്നൊക്കെ ആളുകൾ ഒത്തിരി പേര് മുക്തി നേടി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെ, നിങ്ങളുടെ ജേണി അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം ഞങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കമന്റ് ചെയ്യുക, കാരണം അതൊരു ഇൻസ്പിറേഷൻ. ആളുകൾ നമ്മുടെ കമന്റ് വായിക്കുന്നുണ്ട്. അതെ, കാരണം അതിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറീസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നാൽ നമ്മളൊരു ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം തരാം. അത്തരം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ സ്റ്റോറീസാണ് മറ്റുള്ള ആൾക്കാരെ മാറ്റുന്നത്. അപ്പം താങ്ക് യു ഫോർ ദിസ് എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ ബാക്കി കാര്യങ്ങൾ കേൾക്കാം. ഈ ടെക്നോളജീനെ നമുക്ക് കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വായന അല്ലെങ്കിൽ ബുക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നത്. ഇത് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ?